അടുത്തതായിട്ട് നമുക്കൊരു ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി വെച്ചാലോ. ഇഞ്ചി ഇത്രയും, ശകലം തേങ്ങ വേണം, ഒരു 4 പച്ചമുളക്, ഇത്രയും നമുക്ക് അരിഞ്ഞുകൊണ്ട് വരാം. ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും ചെറിയുള്ളി ഇഞ്ചിക്കറി വെക്കാൻ നമ്മൾ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഇഞ്ചി വറുത്ത് കോരാം. ചെറിയ രീതിയിലേക്ക് ഇഞ്ചി വറുത്തെടുക്കണം. നാരങ്ങ വലുപ്പത്തിൽ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചിക്കറിക്ക് വേണ്ടി. ഇഞ്ചി മൂത്ത് വരുന്നുണ്ട്. ഇഞ്ചി മൂത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ പ്ലേറ്റിലേക്ക് കോരി വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കണം. അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു. തേങ്ങാക്കൊത്തി ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചാൽ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മൂത്ത് വരാം. തേങ്ങ അരച്ച് ഇഞ്ചിക്കറി വെക്കാം. ഞാൻ തേങ്ങ അരയ്ക്കാതാണ് വെക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇഞ്ചി പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചപ്പം കുറച്ചേ ഉള്ളതിൽ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും പച്ചമുളകും നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് ഇഞ്ചി ഇടാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിരിയമുളകാണ്. പച്ചമുളക് ചേർത്തിട്ടുകൊണ്ട് എരി കാണും. നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. നമ്മളെടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം ഇതിലൊഴിച്ച് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തീ കൂട്ടി വെക്കാം. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് വറ്റിക്കാം. നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഒരു ലേശം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ സിമ്മിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. അടച്ചു വെച്ച് വറ്റിക്കാം. ഇഞ്ചിക്കറി നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. രണ്ട് മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ഞാനിത് ഒത്തിരി അങ്ങ് കുറുക്കുന്നില്ല, കുറച്ച് ദിവസമായിട്ട് എടുക്കുന്നത്. തീ നമുക്കിനി ഓഫ് ചെയ്യാം. നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ഒരു ഐറ്റമായിട്ട് അടുത്ത ദിവസം കാണാം.